അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് ആളുകൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ട് വസ്വാസ് മാറി, ഓരോ വിഷയങ്ങളിൽ വസ്വാസ് അൽഹംദുലില്ലാ മാറി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ ചില ആളുകൾക്ക് മാത്രം, അതല്ലെങ്കിൽ ചില ആളുകളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ട് ഈ ആൾക്ക് വസ്വാസ് കൂടി വരികയാണ് എന്നൊരു തെറ്റിദ്ധാരണ, സാധ്യതകൾ അങ്ങനെ കൂടുതലാണ്. എന്താണ് അതിന്റെ കാരണം? ഇന്ന് എന്നോട് ഒരു കുടുംബം സംസാരിക്കുകയുണ്ടായി. അവരുടെ പ്രധാനപ്പെട്ട വിഷയം, ഉസ്താദേ, ഇവർക്ക് വസ്വാസ് കൊണ്ട് വല്ലാത്ത പ്രയാസം, ഞങ്ങൾക്കത് കാണാൻ പറ്റാത്ത അത്രയും വസ്വാസ് ആയി. എന്നിട്ട് അവർ പറഞ്ഞു വരുന്നത്, ഉസ്താദിനോട് സംശയം ചോദിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്, ഉസ്താദിന്റെ ഇത്തരത്തിലുള്ള ക്ലാസുകൾ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇവർക്ക് ഇങ്ങനെ വസ്വാസ് അധികരിച്ചത് എന്ന് ആ കുടുംബം പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ തീർത്തും അവർ തെറ്റിദ്ധരിച്ചതായിരുന്നു. കാരണം ഇങ്ങനെ ഈ ഒരു ക്ലാസ് ഇന്ന് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു തെറ്റിദ്ധാരണ പലരിലും ഉണ്ടായിരിക്കാം എന്നതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത്. ക്ലാസുകൾ യൂട്യൂബിലൂടെ ക്ലാസുകൾ കേൾക്കുന്നത് കൊണ്ട് വസ്വാസ് വർദ്ധിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഉസ്താദുമാരോട് ചോദിക്കും തോറും വസ്വാസ് അധികരിക്കുകയാണ് പലർക്കും എന്ന് തെറ്റിദ്ധരിച്ചവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. വളരെ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞ ആ കുടുംബം അവർ മനസ്സിലാക്കിയത് ഈ ഒരു ആളുകൾ വസ്വാസിലാകുന്നത് ഉസ്താദുമാർ അവരോട് നിരന്തരമായി കഴുകാൻ പറയുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയാണ്. നേരത്തെ എന്നോട് സംസാരിച്ച കുടുംബം പറഞ്ഞത് അതാണ്. 7 വട്ടം അവർ നായ കയറിയതിന്റെ പേരിൽ അവരുടെ സിറ്റ് ഔട്ട് ഒരുപാട് തവണ കഴുകുകയാണ്. എനിക്കറിയാം, ആ ഒരു ആളെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞു കൊടുത്തത് ആ സിറ്റ് ഔട്ട് നിങ്ങൾ സംശയമുണ്ട് എങ്കിൽ കഴുകേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. പക്ഷേ അവരുടെ കുടുംബത്തിലുള്ള ആളുകൾ തെറ്റിദ്ധരിച്ചത് ഉസ്താദ് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ കഴുകുന്നത്, ഈ ഒരു വസ്വാസ് ഇത്രമേൽ അധികരിക്കാൻ കാരണം ഉസ്താദുമാരാണ് എന്ന് തെറ്റിദ്ധരിച്ചവർക്ക് വേണ്ടി പറയുകയാണ്. ഒരു ഉസ്താദുമാരും വസ്വാസുള്ള ഒരാളോടും അവർക്ക് വസ്വാസ് വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കുകയില്ല. പിന്നെ അവർ മറ്റൊരു കാര്യം പറഞ്ഞത്, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവർ ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വസ്വാസ് കൊണ്ട് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരും അവരുടെ സംശയങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കുമ്പോൾ ആ ഉസ്താദുമാർ അതിന് കൃത്യമായി മറുപടി പറഞ്ഞു കൊടുക്കുകയും ആ ഒരു വിഷയത്തിൽ അവർക്ക് വസ്വാസിൽ നിന്ന് രക്ഷയാണ് ഉണ്ടാവുക. അതിൽ യാതൊരു സംശയവും ഇല്ല. കാരണം അവർ നിരന്തരം വീണ്ടും വീണ്ടും സംശയങ്ങൾ ചോദിക്കാനുള്ള കാരണവും ഇത്തരം വസ്വാസിൽ നിന്ന് അവർക്ക് മാറ്റമുണ്ട് എന്നതുകൊണ്ടാണ്. പക്ഷേ ഈ വീക്ഷിക്കുന്ന ആളുകൾ കാണുന്നത്, ഒരാള് 10 കാര്യത്തിൽ വസ്വാസുള്ള ഒരാള്, അല്ലെങ്കിൽ 10 സമയം വസ്വാസ് കൊണ്ട് ബുദ്ധിമുട്ടിയ ഒരാള് ഒരു തവണ ഒരു വിഷയത്തിൽ ഉസ്താദിനോട് സംശയം ചോദിച്ചു, അതിൽ വസ്വാസ് ഇല്ല എങ്കിൽ വീക്ഷിക്കുന്ന ആളുകൾക്ക് വസ്വാസ് ഇല്ലാത്തത് ഒരിക്കലും കാണാൻ കഴിയില്ല. എന്നാൽ മറ്റു 10 കാര്യങ്ങൾ, അല്ലെങ്കിൽ 10ൽ 9 കാര്യങ്ങളിലും അവർ വസ്വാസ് കാരണം ഒരുപാട് തവണ കഴുകുമ്പോൾ അത് കാണുമ്പോൾ അവർ ഉസ്താദിനോട് ചോദിച്ചതിന്റെ പേരിലാണ് ഇങ്ങനെ കഴുകേണ്ടി വരുന്നത്, ഉസ്താദിനോട് ചോദിച്ചതിന്റെ പേരിൽ കഴുകലിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒന്ന് അവർ കാണാതെ പോയി എന്നത് ചുരുക്കം. ഏതായാലും നമ്മുടെയൊക്കെ ക്ലാസുകൾ കേൾക്കുമ്പോൾ വളരെ പ്രധാനമായും വസ്വാസുള്ള ആളുകളോട് പറയുകയാണ്, നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ക്ലാസ്സിൽ കേട്ടത് എന്താണോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. മനസ്സിൽ അറിവുണ്ടായത് കൊണ്ട് മാത്രം വസ്വാസ് മാറുകയില്ല, ആ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അമിത ശ്രദ്ധയുള്ള ആളുകളെയാണ് തീർച്ചയായിട്ടും ഇബ്ലീസ് പിടികൂടുന്നത്. വസ്വാസുള്ള ആളുകളുടെ ചിന്തയും, നേരത്തെ മുൻപ് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ഞാൻ മാത്രമേ വൃത്തിയുള്ളൂ, ഞാൻ മാത്രമേ ശുദ്ധിയാക്കുന്നത് ശരിയായിട്ടുള്ളൂ എന്നൊക്കെ ഇബ്ലീസ് അവരെ കൊണ്ട് തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും വകവെക്കാതെ വസ്വാസിൽ നിന്ന് മാറി ജീവിക്കൽ അനിവാര്യമാണ്. അതല്ല എങ്കിൽ ഈ വസ്വാസുമായിട്ട് 100 വട്ടം കഴുകുന്ന, അല്ലെങ്കിൽ 7 വട്ടം ആവശ്യമില്ലാതെ കഴുകുന്ന ആളുകൾ ഒരുപാട് സമയം വുളു എടുക്കാൻ വേണ്ടി, ഒരുപാട് സമയം കുളിക്കാൻ വേണ്ടി, മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി സമയവും വെള്ളവും മറ്റുള്ള ആളുകളുടെ മനസ്സിനെയൊക്കെ വേദനിപ്പിക്കുന്ന, പാഴാക്കുന്ന ആളുകളോട് വളരെ കർശനമായി പറയുകയാണ്, അള്ളാഹുവിന്റെ മുൻപിൽ നാളെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, വസ്വാസിൽ അകപ്പെട്ട മുഴുവൻ ആളുകളും അവരുടെ വസ്വാസ് നിർത്തൽ നിർബന്ധമാണ്.
അത് എങ്ങനെയാണെങ്കിലും അവർ അത് മാറ്റിയെടുക്കൽ അനിവാര്യമാണ്. അതല്ലെങ്കിൽ ഞാനാണ് നല്ലത് എന്ന് ചിന്തിക്കുമ്പോഴും അള്ളാഹുവിന്റെ അടുക്കൽ നാളെ മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് എന്ന് ഓരോരുത്തരും ബോധവാന്മാരാവണം. അതുപോലെ തന്നെ സഹോദരന്മാരോട്, വസ്വാസില്ലാത്ത സഹോദരിമാർ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ക്ലാസുകൾ കേട്ടുകൊണ്ട് നമ്മൾ അറിവ് നേടുക എന്നതിലുപരി ആ ഒരു ഭാഗത്തിലേക്ക്, വസ്വാസിന്റെ ഭാഗത്തിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോകാനേ പാടില്ല എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു തരത്തിലുള്ള ഇബിലീസാണ്. ഇതിന് ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചതുകൊണ്ട് മാറ്റമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് കൃത്യമായി അറിവുണ്ടാവുക, വസ്വാസുള്ള ആളുകൾക്ക് എല്ലാത്തിലും വിട്ടുവീഴ്ചയുണ്ട് എന്ന ബോധമുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പരിഹാരവും ഏറ്റവും വലിയ പ്രതിവിധിയും ഇത് തന്നെയാണ്. അല്ലാതെ മാനസികമായ മരുന്ന് കുടിച്ചുകൊണ്ട് ഞരമ്പിനെയും ശരീരത്തിനെയും നമ്മുടെ തലച്ചോറിനെയൊക്കെ മരവിപ്പിക്കുന്ന മരുന്ന് കുടിച്ചത് കൊണ്ട് ഇതിന് പ്രയോജനമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ചുരുക്കി പറയട്ടെ, വസ്വാസ് മാറ്റിയെടുക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണോ അതിനുള്ള മാർഗങ്ങൾ നാം പഠിച്ച് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുക, പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വസ്വാസ് മാറിപ്പോവുകയുള്ളൂ. ഈ ഒരു വിഷയം ഇന്ന് ഇങ്ങനെ എടുക്കാനുള്ള കാരണം, ക്ലാസുകൾ കേട്ടതുകൊണ്ട്, ഉസ്താദുമാരോട് സംശയം ചോദിക്കുന്നത് കൊണ്ട് വസ്വാസ് വർദ്ധിക്കുകയാണ് എന്ന തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ്. ആ തെറ്റിദ്ധാരണ ഓരോരുത്തരും മാറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.